ലബനനെക്കുറിച്ചുള്ള ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ADGPക്കെതിരെയും അന്വേഷണത്തിന് ശുപാർശ. DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും ആഭ്യന്തര സെക്രട്ടറി. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് VD സതീശൻ. അറിവോടുകൂടി ആണ് ADGP ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത്. ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ ADGP നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത്. CPIMന് കീഴടങ്ങില്ല എന്ന സൂചനയുമായി PV അൻവർ. വിധേയത്വത്തിനപ്പുറം ഓരോ മനുഷ്യനും ആത്മാഭിമാനമുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ആത്മാഭിമാനം തനിക്ക് കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് ഓർമ്മപ്പെടുത്തൽ. വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണും. ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ ലോറി മുഴുവനായും പുറത്തെടുത്തു. ലോറിയുടെ ക്യാബിനുള്ളിൽ കൂടുതൽ അസ്ഥികൾ, കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടം, ഫോൺ എന്നിവ. DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു. ഫലം 2 ദിവസത്തിനകം. നാടൊന്നാകെ കുടുംബത്തിനൊപ്പം നിന്നുവെന്ന് സഹോദരി. കർണാടക സർക്കാരും സാധ്യമായതെല്ലാം ചെയ്തെന്ന് അഞ്ജു. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള സിദ്ദീഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് അന്വേഷണ സംഘം. തീരുമാനം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് ജാമ്യ ഹർജിയിൽ സിദ്ദീഖ്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും ആവശ്യം. സിദ്ദീഖിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വിമർശനവുമായി CPI മുഖപത്രം. തൃശൂരിലെ വമ്പൻ സ്വർണ്ണ കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. അംഗ സംഘത്തിനായി അന്വേഷണം ഊർജിതം. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് മോഷ്ടിച്ചത് 2.5 കിലോ സ്വർണം. ലബനനിൽ ഇസ്രയേൽ കരയുദ്ധത്തിനൊരുങ്ങുന്നു. വ്യോമാക്രമണം കരയുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമെന്ന് ഇസ്രയേൽ സൈനിക മേധാവി. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 72 പേർ കൊല്ലപ്പെട്ടു, 400 പേർക്ക് പരിക്ക്. മേഖലയിൽ വെടിനിർത്തലിന് ശ്രമവുമായി ഫ്രാൻസും അമേരിക്കയും.